സുപ്രഭാതം. ഒരു വലിയ കാടിൻ്റെ ഹൃദയഭാഗത്ത് ഒട്ടേറെ പക്ഷികൾ താമസിച്ചിരുന്നു. അവരെല്ലാം വലിയ ശബ്ദത്തിൽ പാട്ടുപാടും. പക്ഷേ കൂട്ടത്തിൽ ഒരു കുഞ്ഞൻ പക്ഷി ഉണ്ടായിരുന്നു. അതിൻ്റെ ശബ്ദം വളരെ ചെറുതായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും അതിന് മറ്റു പക്ഷികളെപ്പോലെ ഉച്ചത്തിൽ പാടാൻ കഴിയുന്നില്ല. എല്ലാവരും ചിന്തിച്ചു, ഇതിനെന്താ ശബ്ദമില്ലേ? ഈ പക്ഷിക്കുഞ്ഞിന് അത് വലിയ വിഷമമുണ്ടാക്കി. എല്ലാ ദിവസവും അത് വലിയ പക്ഷികളുടെ പാട്ടുകേട്ട് വിഷമത്തോടെയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കാട്ടിൽ കൊടുങ്കാറ്റ് വന്നു. ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടി ഉലഞ്ഞു. വലിയ പക്ഷികൾ ഭയന്ന് അവരുടെ കൂടുകളിൽ ഒളിച്ചു. അവർക്ക് ഉച്ചത്തിൽ പാടാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ആ കുഞ്ഞൻ പക്ഷി ഒരു കൊമ്പിലിരുന്ന് പാടാൻ തുടങ്ങിയത്. അതിൻ്റെ ശബ്ദം വളരെ മൃദുവായിരുന്നെങ്കിലും ആ കാറ്റിൽ അത് ഉലഞ്ഞില്ല, ഒടിഞ്ഞില്ല. മറ്റു പക്ഷികൾ കേട്ടത് പേടിപ്പെടുത്തുന്ന കാറ്റിൻ്റെ ശബ്ദം മാത്രമായിരുന്നപ്പോൾ ആ കൊച്ചുകിളിയുടെ കൊച്ചുപാട്ട് കാടിന് ആശ്വാസം നൽകി. ആ പാട്ട് ഒരു പ്രതീക്ഷയുടെ കിരണം പോലെ അവർക്ക് തോന്നി. ആ കൊച്ചുകിളി മനസ്സിലാക്കിയത് ഇതാണ്: വലിപ്പമല്ല ശക്തി, ശബ്ദത്തിൻ്റെ ഉച്ചത്തിലല്ല സൗന്ദര്യം, സ്വന്തം കഴിവിനെ വിശ്വസിക്കുക എന്നതാണ് പ്രധാനം. ലോകം മുഴുവൻ വലിയ ശബ്ദങ്ങളുണ്ടാക്കുമ്പോൾ നിങ്ങളുടെ കൊച്ചു ശബ്ദം പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ്. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഓരോ ചെറിയ ശ്രമത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഒരു പുലരി തുടങ്ങുമ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് ചിന്തിക്കുക. അത് വലിയൊരു കാര്യമാകണമെന്നില്ല. ഒരു പുസ്തകത്തിലെ ഒരു പേജ് വായിക്കുക, ഒരു പുതിയ വാക്ക് പഠിക്കുക, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പുഞ്ചിരി സമ്മാനിക്കുക. ആത്മവിശ്വാസം എന്നത് വലിയൊരു പ്രഭാഷണം നടത്താനുള്ള കഴിവല്ല, മറിച്ച് ചെറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യമാണ്. നമ്മൾ കേട്ട കഥയിലെ കൊച്ചു കിളിയെപ്പോലെ സ്വന്തം കഴിവുകളെ വിശ്വസിക്കുക. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമാണ്. ആ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസത്തോടെയുള്ള ഒരു ചെറിയ ചുവടുവെപ്പ് പോലും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ഒരു പുലരിയുടെ വെളിച്ചം പോലെ നമ്മുടെ മനസ്സിലും പ്രകാശം നിറയ്ക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് ഈ പുതിയ ദിവസം ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ കഴിവുകൾ കൂട്ടുവാൻ തുടങ്ങുക. ലോകം നിങ്ങളെ കാത്തിരിക്കുന്നു. താങ്ക് യു.